എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇച്ചിരി സ്പെഷ്യലായൊരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ രണ്ട് മക്കളുടെയും ഒരാളത് ചോറൂണും ഒരാളെ അരിയിലെഴുതിക്കലുമാണ് കേട്ടോ ഇന്ന്. അപ്പം ഞങ്ങൾ കണ്ണൂരുള്ള മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് മോളെ രണ്ടുപേരും ചടങ്ങൊക്കെ നടത്തുന്നത്. അപ്പോൾ കണ്ണിന് 2-3 ദിവസമായിട്ട് ചെറിയൊരു ഇടുക്കവും ഒക്കെ ഉണ്ട്. കണ്ണ് ചെങ്കണ്ണാന്നറിയില്ല. മോക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ കണ്ണിലും ലെഫ്റ്റ് സൈഡ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കണ്ണൂരേക്ക് പോകലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അച്ചാച്ചനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ വണ്ടിയിലും അച്ഛനും അമ്മയൊക്കെ അവരെ വണ്ടിയിലാണ് പോയത്. രാവിലെ 8 മണിക്കും 9 മണിക്കും ഉള്ളിലായിട്ട് അവിടെ എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പേരൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാണ് അവിടുത്തെ അമ്പലക്കുളം. സമയം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഞങ്ങൾ പോയ ദിവസം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തെ മൂകാംബിക പോകണം എന്നുള്ളൊരു ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. അതൊരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ മൂത്ത മോളുടെ അരിയിലെഴുതിക്കൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, ഇവിടുന്ന് ആക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ മോളെ ചോറൂണിൻ്റെ സമയം ആയതുകൊണ്ട് അതും കൂടി ഇവിടുന്ന് തന്നെ ആക്കാമെന്ന് വെച്ചു. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലിജിയേട്ടനെയും അതുപോലെ അമ്മമ്മേനെയും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അമ്മമ്മ നേർച്ചകളൊക്കെ ഉണ്ടാവും. അമ്മമ്മ എല്ലാ ഡെലിവറീൻ്റെ സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും നേർന്നിട്ട് അത് പിന്നെ ഞങ്ങൾക്ക് അമ്മമ്മ പറയുക ചെയ്യാറ്. അത് ഞാൻ തന്നെ പോയിട്ട് ചെയ്തോളൂ എന്ന് പറയുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ അമ്മമ്മനെ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് മനസ്സിനൊരു വിഷമം പോലെയാണ് ഉണ്ടായിരുന്നത്. അമ്മമ്മയുടെ വലിയൊരു കുറവ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ചടങ്ങിലേക്ക് കടന്നു. അപ്പം മോൾ ആദ്യമൊക്കെ അവൾക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല. ആദ്യമൊക്കെ നല്ല ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ നമ്പൂതിരിയോട്. പിന്നെ അവളെ എടുക്കാതുകൊണ്ടാണെന്നറിയില്ല, പെട്ടെന്ന് നല്ല കരച്ചിലായിരുന്നു. ചടങ്ങ് നടക്കുന്ന സമയത്ത് ആൾ എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്പൂതിരി എന്നോട് പറയുന്നതായാലും അവൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചോറല്ല പായസം എടുത്ത് വായിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ വളരെ കരച്ചിലായിരുന്നു. അടുത്തുണ്ടായവരൊക്കെ വായിൽ വെച്ചെടുക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് കരഞ്ഞിരുന്നു. പിന്നെ അവളെ എടുത്ത് അമ്പലത്തിൻ്റെ പുറത്തേക്ക് വന്നിട്ടും അവൾ ഒരുപാട് നേരം കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അത് ഓർത്ത് കരയിലായിരുന്നു. പിന്നെ ഞാനെടുത്ത് എൻ്റെ കയ്യിലേക്ക് അവളെ വന്നതിന് ശേഷമാണ് ആ കരച്ചിൽ നിന്നത്. പിന്നെ മൂത്ത മോളെ അരിയിലെഴുതിക്കലും ഇത് കഴിഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി അമ്പലം തൊഴുത് അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗണപതിക്കൊരു തേങ്ങയും എടുത്തിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ മോൾ അരിയിലെഴുതിക്കലുണ്ടായത്. അപ്പോൾ അരിയിലെഴുതിക്കുന്ന സമയത്ത് ഒരു തളികയും അതുപോലെ തന്നെ ഒരു മോതിരവും ഞങ്ങളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലിജിയായിട്ട് സിസ്റ്ററാണ് പറഞ്ഞത്. അവളെ മോനിപ്പോൾ അരിയിലെഴുതിച്ചതാണ്. അതുകൊണ്ട് അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ തളികയും മോതിരം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോതിരം ചെറുതായതുകൊണ്ട് എൻ്റെ കല്യാണ മോതിരം വെച്ചിട്ടാണ് അരിയിലെഴുതിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അരിയിലെഴുതിക്കുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തോ അമൃതമോ മറ്റോ നാവിൽ തൊട്ട് വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് എനിക്ക് ഓർമ്മ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, അവൾ കരയാൻ തുടങ്ങിയത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തർ വന്നിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഞാൻ പെട്ടെന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പോൾ അവൾ എടുത്തതിന് ശേഷമാണ് അവളെ കരച്ചിൽ നിന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ചടങ്ങ് കണ്ടിട്ട് വരാം. അങ്ങനെ ഇതാ ലിജിയേട്ടൻ്റെ അമ്മയാണ് കുഞ്ഞിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മോള് നല്ല കരച്ചിലായതുകൊണ്ട് അമ്മ എടുത്തിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി മോളെ അരിയിലെഴുതിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ചടങ്ങൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇനി ഇതാ മോളെ അരിയിലെഴുതിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിവിടെ വെച്ചിട്ടാണ് അരിയിലെഴുതിക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ പുറത്തായിട്ടാണ് കേട്ടോ, അതായത് വെളിയിലല്ല, നമ്മൾ പ്രദക്ഷിണം വെക്കുന്ന ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് 2 ദിവസം മോക്ക് മത്സ്യങ്ങളൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ലിജിയുടെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങളോട് പറയാൻ വിട്ടുപോയതാണെന്നറിയില്ല തിരക്കിന്. അപ്പോൾ ഞങ്ങൾ
2 ദിവസം മത്സ്യമൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ രാവിലെ കുളിച്ചിട്ട് ഒന്നുകൂടി അരിയിൽ എഴുതിക്കണം കേട്ടോ. അവിടെ നിന്ന് തരുന്ന അരിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് അമ്മയും അതായത് ഞാനും മോളും കുളിച്ചിട്ട് അവളെ മടിയിലിരുത്തിയിട്ട് അരിയിൽ എഴുതിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അരി വെച്ചിട്ട് മോൾക്ക് ആദ്യം പായസം മോളെ കഴിപ്പിച്ചതിന് ശേഷം വീട്ടിലെല്ലാവരും കഴിക്കണം കേട്ടോ. പായസം ഉണ്ടാക്കിയിട്ട് ഹരിശ്രീയിൽ എഴുതിക്കുന്ന സമയത്ത് അവൾ ഭയങ്കര മടി പോലെയായിരുന്നു കേട്ടോ. നാണം പോലെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ കണ്ടാൽ ഇപ്പോൾ അങ്ങനെയാണ് അവൾ ഭയങ്കര നാണം പോലെ കളിക്കുക ചെയ്യാറ് കേട്ടോ. ചോറൂണും അരിയിലെഴുതിക്കലും കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വീട്ടിട്ടുണ്ടായിരുന്നു. മോളെ ചോറൂണ് കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ കാതുകുത്താന്ന് കരുതി പിന്നെ ഞങ്ങൾ ജ്വല്ലറിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് ആദ്യം കണ്ണിന് ചെറിയ വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കാത് കുത്തണ്ടെന്ന് കരുതിയതാണ്. പിന്നെ കരുതി കുഴപ്പമില്ല, 2 വേദന ഒരുമിച്ച് സഹിച്ചതൊക്കെ കഴിഞ്ഞ് പിന്നീട് ആദ്യം ഒരു വേദനയാകണ്ടെന്ന് കരുതി അങ്ങനെ എനിക്കും കണ്ണ് നല്ല വേദനയുണ്ട്. പക്ഷെ അവൾക്ക് അങ്ങനെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കണ്ണിന്. അങ്ങനെ ആദ്യത്തെ കാത് കുത്തി പിന്നീട് 2ാമത്തെ കുത്തുമ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്ത വേദനയും കൂടി ആവുന്നുണ്ടെന്ന്. കുത്തുന്ന സമയത്ത് അവൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. കുത്തിക്കഴിഞ്ഞ് പിന്നെ അപ്പം തന്നെ കരച്ചിൽ നിന്നിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. കഴിഞ്ഞില്ലേ? ഇതാ അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങുന്നതിലൂടെ തന്നെ അവൾ കരച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും വിട്ടുപോകണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.